Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് 4 SAയിൽ ഇപ്പോൾ ലാസ്റ്റ് 2-3 വർഷമായിട്ട്, എസ്പെഷ്യലി ലാസ്റ്റ് 2 years ആയിട്ട് കണ്ടുവരുന്നത് 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ്. അതിനേക്കാൾ മുമ്പ് 3 പ്രോബ്ലംസും 1 തിയറിയാണ് കണ്ടുവരാറ്. ബട്ട് ഇപ്പോൾ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് 2 പ്രോബ്ലംസും 2 തിയറിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, മിക്ക പേപ്പറിലും 2 ടോപ്പിക്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്പർ 1 ആണ് പ്രോസസ് കോസ്റ്റിംഗ്. അതിൽ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, സോ അതിൻ്റെ പ്രോബ്ലം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. SAക്ക് ഒരെണ്ണം കമ്പൽസറി ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് തരാനുള്ള ആദ്യത്തെ സജഷൻ പ്രോബ്ലത്തിൽ. മൂവിങ് ടു നമ്പർ 2, രണ്ടാമത് കോൺട്രാക്ട് അക്കൗണ്ട് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതിൻ്റെ പ്രോബ്ലംസും തിയറിയും രണ്ടും വരാറുണ്ട്. സോ ആദ്യം പ്രോബ്ലം പറയുകയാണെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ കൂടെ അബ്നോർമൽ ലോസ് അക്കൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, നമ്മൾ കണ്ടുവരുന്നത്. സോ ഇതിൻ്റെ പ്രോബ്ലം ഒരെണ്ണം, അതുപോലെ തന്നെ ഇതിൻ്റെ തിയറി ഉണ്ട്. സോ നമ്മൾ കണ്ടുവരുന്ന തിയറിയും കൂടിയും പറയാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത്, ഇത് ചില സമയത്ത് സെപ്പറേറ്റ് 5 മാർക്കിനും വരാറുണ്ട്. ഹൗ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് ascertained on contract account. സോ ഇങ്ങനെ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലവും അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും നോക്കി വയ്ക്കുക. ചില സമയത്ത് തിയറി 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ SAയിലേക്കും കണ്ടുവരാറുണ്ട്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലം ടോപ്പിക്സ്. ഇനി തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് തിയറി വരാറുണ്ട്. നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ഒരു ചോദ്യം വെക്കണമെങ്കിൽ വെക്കാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ബേസിക് ചോദ്യമാണ്. ഡിഫൈൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വാരിയസ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് നിർബന്ധമായും പഠിക്കാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യമാണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മിക്കതും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് before the installation of a costing system in an organization.
അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി ചോദ്യങ്ങളായിട്ട് കണ്ടുവരാറുള്ളത്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു ചോദ്യത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഓവർഹെഡ് ആണ് SCക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, ഓവർഹെഡിന്റെ ഒരു പ്രോബ്ലം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പ്രോബ്ലം എന്ന് മാത്രം, പല മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ അതിലത്തെ ഒരു തിയറി ചോദ്യവും ഉണ്ട്. അത് ഇതാണ്: എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ ഓവർഹെഡ് അക്കൗണ്ടിങ്. അപ്പോൾ പ്രോബ്ലം ഓവർഹെഡിലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലത്തെ മൂന്നാല് മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലെ പ്രോബ്ലം ആണ് നമ്മൾ കണ്ടുവരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് വെക്കാം: സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ പറയും പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് SCക്ക് പിന്നെ കണ്ടുവരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അത് കുറച്ച് നാളുകളായിട്ട് കണ്ടുവരാത്തതാണ്. ബട്ട് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു, വരാറില്ല. ബഡ്ജറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ SCക്ക് ഇപ്പോൾ ഇടാത്തതാണ്. ബട്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ക്യാഷ് ബഡ്ജറ്റിൽ നിന്നുള്ള ചോദ്യം പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം അതാണ് പ്രോബ്ലം ആയിട്ട്. ആൻഡ് ഫൈനലി ഒരു സജഷൻ കൂടി നൽകുകയാണ്: തിയറി. ഇത് ലാസ്റ്റ് 3 വർഷം നോക്കുമ്പോൾ 2 വർഷത്തെ പേപ്പറിൽ തിയറിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ടൈം കീപ്പിംഗ്? ടൈം കീപ്പിംഗ് എന്താണ്? ആൻഡ് ടൈം ബുക്കിംഗ് ആൻഡ് ഓൾസോ ഡിസ്കസ് the various methods of the timekeeping and time booking. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇതാണ്. നമുക്ക് 4 ചോദ്യങ്ങളാണ് വരുന്നത്. 2 ആൻസർ ചെയ്താൽ മതി. സോ ഇതിൽ എന്തായാലും പ്രോബ്ലം കൂടുതൽ കൺസിഡർ ചെയ്യാൻ ഞാൻ പറയാനുള്ളൂ. എന്നാലാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം, കോൺട്രാക്ട് അക്കൗണ്ടും പ്രോബ്ലം നിർബന്ധമായും പഠിക്കുക. കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ തിയറി, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഹൗ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് അസർടൈൻഡ് ഓൺ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ചോദ്യം ചില സമയത്ത് 5 മാർക്കിനെങ്കിലും വരാറുണ്ട്. പിന്നെ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് നോക്കുക. പിന്നെ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് നോക്കുക. പിന്നെ ഓവർഹെഡ് ആണ് പ്രോബ്ലം, ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡറി, അതിൻ്റെ തിയറി ഉണ്ട്. പിന്നെ ക്യാഷ് ബഡ്ജറ്റ് ഒറ്റ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്, അതിൻ്റെ മെത്തേഡ്സ് നോക്കി വയ്ക്കുക. സോ ഇതിൽ നിന്നായിരിക്കും 4 SC ചോദ്യങ്ങൾ എക്സാമിന് വരാം കേട്ടോ. സോ നിർബന്ധമായും പഠിക്കുക. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ ക്ലാരിറ്റി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സും പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.